ഹലോ ഗായ്സ്, എവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാഡ്ജറ്റ്സുകൾ പരിചയപ്പെടുത്തുകയാണ്. അതിപ്പം നമ്മൾ 3-4 കാണും, അല്ലെ 2 ആയിരിക്കും. അതിപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാഡ്ജറ്റ്സ് ആണ്. വീഡിയോയിലെ ലെങ്ത് കൂട്ടാതെ തന്നെ 2-3 സീസൺ ആക്കി എടുക്കാനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിക്കുക. വീഡിയോ പല സോഷ്യൽ മീഡിയ വഴിയും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പല വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും, ജോളോ ചിപ്പിൻ്റെ കണ്ടു കാണും. അതുപോലെ തന്നെ പല വെറൈറ്റി ഇത് നമ്മൾ ഗ്യാഡ്ജറ്റ്സിൻ്റെ വീഡിയോ ഇങ്ങനെ ടോപ്പ് 3 ടോപ്പ് 5 എന്നൊക്കെ ഇട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പം പല വെറൈറ്റി ഗ്യാഡ്ജറ്റ്സ് ഉണ്ട്. ഒരു കാർ മൊബൈൽ ഉൾപ്പെടെ പല വെറൈറ്റി ഗ്യാഡ്ജറ്റ്സ് നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഗ്യാഡ്ജറ്റ്സുകളാണ് നമ്മൾ കാണിക്കുന്നത്. പല വെറൈറ്റീസാണ്. അതുകൊണ്ട് 2-3 സീസണായിട്ട് തന്നെ തുടർച്ചയായി ചെയ്ത് വരും. നല്ല ഗാഡ്ജറ്റ്സ് കിട്ടുമ്പോൾ ചെയ്തിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹലോ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കാണാം. ഇതൊരു നമ്മുടെ കാർ മൊബൈലാണ്. ഫെറാറി കാറിൻ്റെ ഒരു മൊബൈലാണ് വരുന്നത്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിവ്യൂ ഒക്കെ എന്നിട്ട് നമുക്ക് നോക്കിയേക്കാം. ഒന്ന് അൺബോക്സ് ചെയ്യട്ടെ. അൺബോക്സ് ചെയ്യാണ്. ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ വരുന്നത് ഇതൊക്കെ ഉള്ളൂ. നമുക്ക് നോക്കിയേക്കാം. ഇതൊക്കെയാണ് വരുന്നത്. നമുക്കിതിൻ്റെ റിവ്യൂ കണ്ടാലോ. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാക്കിങ്. ഇത് വരുന്ന അൺബോക്സിങ് വന്നപ്പോൾ ഇത് നമ്മൾ കീറി. ഇപ്പം നമുക്ക് ഈ കാറിൻ്റെ ആവശ്യമില്ല, ഇത് മാറ്റി. ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ സാധനം. അതുപോലെ തന്നെ ഈ സ്റ്റിക്കറും കൊടുക്കണം. അതിനേക്കാം വേണ്ട. അപ്പം തന്നെ നാളെ ഇത്രയും സാധനമായിട്ട് വന്നു. നമുക്ക് നോക്കാം. അയ്യോ, കവറ് പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഇത് ഫെറാറി കാർ എന്നാണ് പറയുന്നത്. ഫെറാറി MTR എന്നാണ് ഈ കമ്പനിയുടെ പേര് വരുന്നത്. ഫെറാറി നമ്മുടെ ഇതാണ് മൊബൈൽ വരുന്നത് അകത്തിരിക്കുന്നതും. ഇത് കളർ നമുക്ക് ചൂസ് ചെയ്യാം. ബ്ലാക്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഇഞ്ച് എന്ന് പറയുന്നത് 1.77 TFT LCD ഡിസ്പ്ലേ ആണ്. ക്യാമറ വരുന്ന 0.08 MB ക്യാമറ വരുന്നുണ്ട്. ഡ്യുവൽ സിം വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വരുന്നുണ്ട്. MP3 പ്ലെയർ വരുന്നുണ്ട്. മെമ്മറി സപ്പോർട്ടറാണ്. ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയുടെ ഇതും മെസ്സേജ് ഇതെല്ലാം പറ്റും. ഡ്യുവൽ സിമ്മിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അൺബോക്സ് ചെയ്തേക്കാം. അൺബോക്സ് ചെയ്യാം. നമുക്കിവിടെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. അതൊന്ന് അൺബോക്സ് ചെയ്യാം. എനിക്ക് ആ സ്റ്റിക്കറൊന്ന് അയക്കാൻ വന്നിട്ടുണ്ട്. തന്നെ കവറിൽ നമ്മുടെ ഫോണാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ. എന്താണ് ഫോണെന്ന് നിങ്ങളിപ്പോൾ എന്താ ചോദിക്കും. ഒറിജിനൽ ഫെറാറി കാറിൻ്റെ കൂട്ട് തന്നെ ഇത് ഇവിടാണ് ക്യാമറ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത് ഗായ്സ്. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഇത് സെൽഫി ക്യാമറയാണ് തോന്നുന്നല്ല. ഫെറാറി കാറ് നമ്മുടെ ഫെറാറി കാറാണ്. ഇത് അടച്ചു വെക്കാം. നമ്മുടെ ബാറ്ററി ഇനിയും വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ വരുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ കവറിൽ നിന്ന് റിമൂവ് ആയി കിടക്കുമായിരുന്നു. കുഴപ്പമില്ല. TMR ബാറ്ററി 1100 mAh ബാറ്ററിയാണ് വരുന്നത്. അത് നമുക്ക് നോക്കാം. പെട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ബാറ്ററി നമുക്ക് ബാറ്ററിയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാർജർ നോക്കാം. ചാർജർ വരുന്ന ചെറിയ പിന്നിൽ തന്നെയാണ്. ഇത് മാറ്റി വെച്ചേക്കാം. ആരും കമ്പനി നെയിമുണ്ട് ചാർജറിലും മാറ്റിയേക്കാം. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞത് എൻ്റെ ബാക്കിൽ ഇപ്പം തുറക്കുന്ന ഇടം കാണാം. ഗൈസ്, നമ്മളിങ്ങനെ ഊരിയാൽ മതി. എളുപ്പം തന്നെ ഇത് ഊരി മാറ്റി വെച്ചേക്കാം. ഇവിടെയാണ് നമുക്ക് സിം ഇടാനുള്ളതൊക്കെ ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ബാറ്ററി എടുത്തിടാം. ബാറ്ററി ഇട്ടു.
നമുക്കായിട്ട് തന്നെ അടച്ചേക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഫ്രണ്ട്സ്. ഓണായി. ഓണാകാം. ഈ കാറിൻ്റെ സൗണ്ട് തന്നെ വന്നിരിക്കുന്നു ഗൈസ്. ഇതിൻ്റെ നോർമൽ സെറ്റിംഗ്. ഇതിൻ്റെ അവിടെ മെസ്സേജിൻ്റെ ഓരോ ഇതിൻ്റെ കോളിൻ്റെയൊക്കെ ഇതിൻ്റെ കാറിൻ്റെ തന്നെ സെറ്റിങ്സ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിപ്പം കാണും സെറ്റിങ്സ് എന്നുള്ള ഒരു കാറ് വരുന്ന രീതി, ഫെറാറി കാറ് വരുവാണ്, അങ്ങനത്തെ ഒരു സെറ്റിങ്സ് ആണ് ഇതിൻ്റെ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ? അല്ല തന്നെ നമുക്ക് കോളിൻ്റെ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓരോ സാധനത്തിൻ്റെയൊക്കെ എടുക്കാം. ക്യാമറയുടെ എടുക്കാവുന്നതാണ്. ക്യാമറ ഇതിപ്പോൾ എടുത്തു. മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഇത് സപ്പോർട്ട് ചെയ്യത്തില്ല. മെമ്മറി കാർഡൊക്കെ വേണം. മെമ്മറി കാർഡൊക്കെ വേണ്ടവരേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ മോഡിലൊക്കെ ആക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു ഫോട്ടോ നമ്മളെടുത്ത് കാണിക്കാം. ഇതുണ്ട് TNT എന്നുള്ളത് കുറച്ചാണ്, പക്ഷേ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സപ്പോർട്ട് ആകത്തില്ല. അതുപോലെ തന്നെ ഉണ്ട് ഗൈസ്, ലൈറ്റ് വരെ കത്തും ഗൈസ് ഇതിൻ്റെ ഫോണിൻ്റെ. എൻ്റെ കണ്ടോ ഗൈസ്, വയ്ക്കുമ്പോഴത്തേനും ഓണാകും. നമുക്കിത് അൺലോക്കായി. ലോക്കാകുന്ന സീനൊക്കെ നമ്മൾ കാണും. എൻ്റെ ഗൈസ് ലൈറ്റൊക്കെ കത്തുന്ന കാണാതിരിക്കും നിങ്ങൾക്ക്. എല്ലാവരും നല്ലൊരു സാധനം തന്നെയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിതിനെ സിം ഇട്ടിട്ടൊന്ന് കാണിക്കാം കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, ഇത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഓണാവുന്ന സമയത്ത് നമ്മൾ സിം ഇട്ടില്ല. നമ്മുടെ സിം ഇടാനുള്ള ഇതിന് വലിയ സിമ്മാണ്, കൊണ്ട് അതില്ല. ഓണാക്കുമ്പോൾ തന്നെ നല്ല സെറ്റപ്പിൽ തന്നെ ആകുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇതിൻ്റെ ഗൈസ് നല്ലൊരു രസം. നമുക്ക് വേണ്ടേ ഇതിന് ഇങ്ങനത്തെ ലൈറ്റ് കത്തിയൊക്കെ നോക്കണമെന്നുണ്ട്. ഇങ്ങനെ നോക്കാവുന്നതേ ഉള്ളൂ. സ്വിച്ച് പിടിച്ച് നോക്കിയാൽ മതി. ഫ്രണ്ടും ബാക്കും ഒറിജിനൽ ഫെറാറിക്കാർ തോറ്റു പോകും കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എല്ലാവരും ഓർക്കും ഇത് കണ്ട ഒരു കാർ മാതിരിയേ ഇരിക്കും. കുട്ടികൾക്കൊക്കെ നമുക്ക് കളിക്കാൻ കൊടുക്കാവുന്ന ടൈപ്പ് തന്നെ, പക്ഷെ അധികം കൊടുക്കണ്ടെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ചാർജറിലേക്ക് നമുക്ക് പോയേക്കാം. ചാർജർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ടൈപ്പാണ്. ഇതിൻ്റെ ഈ സൈഡിൽ കുത്താനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ചാർജിങ് എങ്ങനെയാണെന്നൊന്ന് നോക്കിയേക്കാം. നമ്മളിത് ഫസ്റ്റ് ടൈം അൺബോക്സിങ് ആണ്. ഇതിൻ്റെ ഈ ഇവിടെ ഒരു കെട്ട് പോലെ വരുന്നതും കൂടെ ഒന്ന് അയച്ചേക്കാം. ഫസ്റ്റ് ടൈം അൺബോക്സിങ് ആണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് അൺബോക്സിങ് വരുന്നത്. നമുക്കിത് ചാർജർ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സെക്കൻഡ്, സ്വിച്ച് ഓൺ ആക്കാൻ ഞാൻ മറന്നുപോയി. മാറ്റിക്കത്തി നോക്കട്ടെ. ഇതിൻ്റെ ചാർജ് കയറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചാർജിങ് ഇതിൻ്റെ ഒന്ന് ബ്ലറായിപ്പോയി, സോറി. ചാർജ് കയറുന്നത് കാണാൻ സാധിക്കും. അടയ്ക്കുമ്പോഴും ഇങ്ങനെ കത്തുന്നതായിരിക്കും ഗൈസ്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോഴത്തേന് ഉണ്ട്. ഇപ്പം ചാർജ് ചെയ്യുന്ന നമ്മളിങ്ങനെ തന്നെ നോക്കണം. ലൈറ്റ് കത്തുന്നില്ല, അത് നമ്മളിങ്ങനെ തന്നെ നോക്കി വെക്കത്തുള്ളൂ. ചാർജ് ചെയ്യുന്ന നമ്മൾ പറയുകയാണെങ്കിൽ ഇതുപോലൊരു ഫോൺ നിങ്ങൾക്ക് ആവശ്യമായിരിക്കും കുട്ടികൾക്കൊക്കെ കളിക്കാൻ. നമുക്കൊരു കണ്ട കാർ മാതിരി, പക്ഷേ നമുക്കറിയാം ഫോണാണെന്ന്. നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഒരു വെറൈറ്റിയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ. നമുക്കെന്നാൽ അടുത്ത ഗാഡ്ജറ്റിലേക്ക് പോയേക്കാം. ഹലോ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ഗാഡ്ജറ്റ്സ് പാത്തിട്ട് വരാമെന്ന് ചുമ്മാ ഞാൻ പറഞ്ഞാണ്. നമുക്ക് കണ്ടിട്ട് വരാം. എന്നാന്ന് വെച്ചാൽ അതൊരു കിട്ടില്ലൻ ഗാഡ്ജറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഫോണിനൊക്കെ രാത്രി കുത്തിയിട്ടേക്കാണോ ഒരു ലൈറ്റൊക്കെ കത്തി ഫോൺ ചാർജ് കയറുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ആ ഗാഡ്ജറ്റ്സ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമുക്കൊന്ന് കാണിക്കാം.
കേബിളാണ്, USB കേബിളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ USB ആയിട്ടൊന്നും കാണിക്കുന്നില്ല. USBയുടെ കേബിൾ ടൈപ്പാണ് വരുന്നത്. അൺബോക്സ് ചെയ്യാം. ഇതാണ് സാധനം നമ്മുടെ. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോയേക്കാലോ. നമ്മുടെ ഗാഡ്ജറ്റ്സ് ആത്തിട്ട് വരാം. ഇതായിരുന്നു നമ്മുടെ ഗാഡ്ജറ്റ്സ് വരുന്ന കവർ. മാറ്റിയേക്കാം. ഗാഡ്ജറ്റ്സ് വരുന്ന ഈ കവറിലെയാണ് കാന്തം പോലെ നമുക്ക് ഒട്ടി ടൈപ്പ് കിട്ടുന്ന ചാർജറെ ഫോണെ കുത്തി വെക്കാവുന്ന ടൈപ്പ്. എപ്പോഴും എൻ്റെ C ടൈപ്പാണ് കേബിളിൻ്റെ ചാർജിങ് വരുന്നത്. ഇതാണ് സാധനം. വേണ്ടേ, ഞാനൊന്ന് ഇതെടുത്ത് കാണിച്ചു തരാം. അൺബോക്സ് ചെയ്ത് ഇങ്ങനെ കൊച്ചാൽ മതി. നമ്മളിപ്പോൾ അത് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു C ടൈപ്പിൻ്റെ വരുന്നുണ്ട്, ഒരു സാധാ വരുന്നുണ്ട്, C ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു മോഡൽ ചാർജിങ്ങിൻ്റെയും വരുന്നുണ്ട്. 3 തരത്തിലുള്ള ചാർജിങ്ങിൻ്റെ തന്നെ കേബിൾ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ ആയിട്ട്. എനിക്ക് ഇത് വേണ്ട, C ടൈപ്പാണ് വേണ്ടത്. C ടൈപ്പ് വേണ്ടിയിരിക്കുന്നു. C ടൈപ്പ് ഒന്ന് എടുക്കാം. ഇതപ്പോൾ ഒന്ന് മാറ്റി വെച്ചേക്കാം. വേണ്ട ഗൈസ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 360 ആണ് നമ്മുടെ ഈ കറണ്ടൊക്കെ വരുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ ചാർജിങ് കേബിളാണിത്, ചാർജിങ് കേബിള്. അതിൻ്റെ കോൺടാക്റ്റ് നമ്പരൊക്കെ കസ്റ്റമർ കെയർ കോൺടാക്റ്റ് നമ്പരും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഉള്ളത്. പാക്കേജ് വലുതായിട്ടൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. എച്ച് കേബിൾ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ 3H കേബിൾ കമ്പനി നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമ്മളിപ്പോൾ ഒന്ന് ഇതാണ് എൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്, C ടൈപ്പ്. അതിൻ്റെ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കറണ്ട് കയറി വരും. നമ്മളെന്നാൽ നമ്മുടെ ഫോൺ ഇതാണ്. അതിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഇത് വെച്ചേക്കാൻ വേണ്ടിയത്. എൻ്റെ ഇത് നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്തു. നമുക്കിനി നമ്മുടെ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്തു. അപ്പോഴേ ഇത് ഗ്ലോയിങ് ആകുന്ന കാണാം. ഇരുട്ടത്താകുമ്പോഴാണ് ഇതിൻ്റെ ഫുള്ള് സ്പെസിഫിക്കേഷൻ അറിയാനൊക്കുന്നത്. എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നുണ്ടായാലും ഗൈസ് ലൈറ്റൊക്കെ കത്തുന്നത്. ഇത് കാണിച്ചു തരാമെന്നാണ് നമ്മളിപ്പം. ജസ്റ്റ് ഒരു സ്ലോ ഉണ്ട്, 1 മിനിറ്റ്. ചാർജ് കയറുന്ന കാണാതിരിക്കുമെന്ന് വിചാരിക്കുന്നു. ചാർജ് കയറുന്നുണ്ട്. ചാർജ് കയറുന്നുണ്ടെന്ന് നമുക്ക് പറയാം. നല്ല ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് വിശ്വസിക്കാമായിരുന്നു. ഫാസ്റ്റ് ചാർജിങ് ആണ്. ബ്ലറായി പോയിരിക്കുന്നു, ഒന്ന് ക്ഷമിക്കണം. ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫാസ്റ്റ് ചാർജിങ് ആണ്. അതുകൊണ്ട് ക്ലിയർ ആകുന്നില്ല. 86% ഫാസ്റ്റ് ചാർജിങ് ആണ്. നമുക്ക് 86% ഉണ്ട്. ഇനി നമുക്കൊരു ഇരുട്ടത്ത് വെച്ചൊന്ന് കണ്ടാലോ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്ന ഒരു റിവ്യൂ, ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട്. നമ്മൾ ഇതാണ് സെറ്റിങ്സ് വരുന്നത്. ഹലോ ഗായ്സ്, ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉറപ്പായിട്ടും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ അനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ കാർ ഫോണും അതുപോലെ തന്നെ നമ്മുടെ പല വെറൈറ്റി ആയിട്ടുള്ള അടുത്തത് ഫോൺ ചാർജർ, LED കത്തുന്ന ഫോൺ ചാർജർ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ഈ കാർ ഫോണിൻ്റെ ലെങ്ത് ശകലം കൂടിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടോപ്പ് 2 ഗ്യാജറ്റ്സ് ആക്കിയത്. അല്ലെങ്കിൽ ടോപ്പ് 5 ആക്കിയതിനെ. അതിൻ്റെ ലെങ്ത് കൂടിപ്പോയപ്പോൾ 10-30 മിനിറ്റായി. അതുകൊണ്ട് നമ്മൾ ചെറിയ വീഡിയോസ് ആക്കി ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം നമുക്ക് അടുത്ത ഗാഡ്ജറ്റ്സ് വീഡിയോയിലേക്ക് കാണാം. നമുക്ക് തന്നെ അതുപോലെ തന്നെ പല വീഡിയോസ് ഇനിയും വരാൻ കിടപ്പുണ്ട്. ഇനിയും ചില മേക്കിംഗ് വീഡിയോസും കിടപ്പുണ്ട്. കുറച്ച് ആപ്പിനെയൊക്കെ പരിചയപ്പെടുത്താൻ എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. വീഡിയോ കഴിഞ്ഞ് ബൈ.